ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിബൻസ് വ്ലോഗ്. എല്ലാവർക്കും ലിബൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്വാദിഷ്ടമായ ഇഫ്താർ കിഴിയുമായിട്ടാണ്. സ്വാദിഷ്ടമായ ഇഫ്താർ കിഴി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിലേക്ക് 2 കപ്പ് മൈദ, അല്പം ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് യോജിപ്പിക്കുക. ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം ഡോന്റെ മുകളിൽ അല്പം നെയ്യ് തടവി ഇത് 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി 3 വലിയ ഉരുളക്കിഴങ്ങ് ആവശ്യമായ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. നന്നായി വേവിച്ച് വെള്ളം മാറ്റി സ്മാഷ് ചെയ്തെടുക്കാം. ഇനി 4 വലിയ ബോൺലെസ് ചിക്കൻ ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ തടവി അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്ങിലേക്ക് നമ്മൾ ഉള്ളിയോ പച്ചമുളകോ അല്ലെങ്കിൽ കറിവേപ്പിലയോ മല്ലിച്ചപ്പോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. നമുക്കിത് റോൾ ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാത്തത്. ചിക്കൻ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഗാർലിക് വഴറ്റുന്നുണ്ടല്ലോ, അപ്പം ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇട്ട് നന്നായി വഴറ്റുക. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ അല്പം കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കനിലേക്കും പൊട്ടാറ്റോയിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഡോ ഇതേപോലെ 4 ബോൾസ് ആക്കി എടുത്ത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, ബാക്കിയുള്ള ബോൾസ് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബോൾസ് ഇതേപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല തിന്നും ആവാൻ പാടില്ല, നല്ല തിക്കും ആവാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഇനി ഇതേപോലത്തെ ഒരു മോൾഡോ അല്ലെങ്കിൽ ഒരു മൂടിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ കിഴി ചെറിയ കിഴിയായിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം വളരെ ടേസ്റ്റിയും കാണാൻ ഭംഗിയുണ്ട് ചെറിയ കിഴിയായിരിക്കും. ഇതേപോലെ നമുക്ക് സ്മോൾ സർക്കിൾസ് ആക്കി നമ്മൾ ഡോനെ എടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെ കിഴി ഉണ്ടാക്കാൻ നോക്കാം. ഇനി ആദ്യം അതിൽ നിന്ന് ഒരു സർക്കിൾ എടുത്ത് നമ്മളെ ബോള് നടുക്ക് വെച്ച് ഇതേപോലെ നിറഞ്ഞെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇതേപോലെ ഒന്ന് സെൻറ്ററിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള സർക്കിൾസ് നമുക്ക് ഇതേപോലെ ചെയ്യാം. ആദ്യത്തെ 2-3 മാത്രം കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നും. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേപോലെ നിറഞ്ഞെടുക്കും. സെൻട്രൽ പ്രസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അത് മറന്നു പോകാൻ പാടില്ല. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം അതായിരിക്കും ഏറ്റവും നല്ലത്.
കണ്ടില്ലേ, ഇതാണ് നമ്മൾ കിഴി. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചായിരിക്കണം ഫ്രൈ ചെയ്യേണ്ടത്. അതായത് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ അല്ല, മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് വാർത്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് വാർത്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്ത പാട് ഇതിൻ്റെ സർഫസ് അല്പം ഹാർഡായി തോന്നാം, പക്ഷേ ഇത് കുറച്ച് ടൈം കഴിഞ്ഞാൽ നമുക്കത് സോഫ്റ്റ് ആയിട്ട് വരും. ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഇഫ്താർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസിൻ്റെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. വളരെ ക്രഞ്ചി ആൻഡ് സോഫ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഇതിൻ്റെ പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെലിഷ്യസ് സ്നാക്കാണിത്. ഓക്കെ, ബൈ ബൈ.